വേദിയിൽ നമ്മോട് സംസാരിക്കുന്നു ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, സെക്രട്ടറി, കേരള മുസ്ലിം ജമാഅത്ത്. ഉസ്താദിന്റെ പ്രഭാഷണത്തിന് ശേഷം ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബഫക്കി തങ്ങളുടെ ദുആ ഉണ്ടാവുന്നതാണ്. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുതലക്കുളം മൈതാനിയുടെ പരിസരത്ത് നടക്കുകയാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇന്ന് അത്ര വലിയ ഒരു ജനക്കൂട്ടം ഉണ്ടാവുകയില്ല, ഇത് കോഴിക്കോട് ടൗൺ അല്ലല്ലോ പ്രത്യേകിച്ചു എന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ വീർപ്പ് മുട്ടിപ്പോയി. ഈ പ്രദേശത്തും ഇതിൻ്റെ പരിസരങ്ങളിലുമുള്ള എല്ലാ ജനങ്ങളും വളരെയേറെ സഹകരിച്ചു. ധാരാളം സഹായങ്ങൾ നൽകിയവരുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ഉന്നതമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഞാനിപ്പോൾ പിന്നിലേക്ക് പോയപ്പോൾ പലരും വന്നു പറഞ്ഞു ദുആ ചെയ്യണം. നമ്മുടെ സ്ത്രീകൾ, പരിസരങ്ങളിലുള്ള സ്ത്രീകൾ, അവർ എന്തെല്ലാം വിഭവങ്ങളാണ് ഉണ്ടാക്കി കൊടുത്തയച്ചത്. എല്ലാവരും മഹാനായ ഉസ്താദ് അവറുകളുടെ ഈ കേരള യാത്രയെ മനസ്സറിഞ്ഞ് ആദരിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുകയാണ്. കാരണം ഒന്ന്, ഉസ്താദ് അവറുകളെ സംബന്ധിച്ചുള്ളൊരു പരിചയമാണ്. നേരത്തെ ഇവിടെ മറ്റ് പലരും സംസാരിച്ചതുപോലെ ഏത് മതം എന്ന് നോക്കാതെ സർവ്വജനങ്ങൾക്കും ഉപകാരമുള്ളത് ചെയ്യുക എന്ന വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ഉസ്താദ് അവറുകൾ നേതൃത്വം നൽകുന്ന കേരള മുസ്ലിം ജമാഅത്ത്, നമ്മുടെ സംഘകുടുംബം മുഴുവനും ഇവിടെ നേരത്തെ ഒരു ആംബുലൻസ്, ഖത്തർ കമ്മിറ്റിയുടെ കീഴിലുള്ള ആംബുലൻസ് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു. നേരത്തെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആംബുലൻസ് ഉണ്ട്, ഒരു പ്രവർത്തിക്കുന്ന വാഹനം ഉണ്ട്. എത്രയെത്ര അമുസ്ലിം വ്യത്യാസമന്യേ എത്രയെത്ര വീടുകളിൽ കയറി വളരെ വിഷമിക്കുന്ന രോഗികളെ ശുശ്രൂഷിക്കുന്ന കാഴ്ചകൾ, അതിനെ മുസ്ലിങ്ങളെക്കാളുപരി അതിൻ്റെ ഫലം അനുഭവിക്കുന്നു എന്ന നിലക്ക് അമുസ്ലിം സുഹൃത്തുക്കൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നത് നാം കാണുന്നു. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. എൻ്റെ കുട്ടിക്കാലത്ത് റമദാൻ 27 നമ്മളുടെ ഇവിടെ ഒരു എല്ലാ സ്ഥലങ്ങളിലും ഒരു വലിയ ഒരു സന്തോഷമുള്ള ഒരു ദിനാണ്. രാവിലെ വന്ന് ഇളനീര് പറിച്ചു തരുന്ന ഒരു ചാത്തു ഉണ്ടായിരുന്നു. ആ ചാത്തു എളമ്പാരേരി ചാത്തു എന്നാ പറയാം. രാവിലെ വന്ന് ഇളനീര് പറിച്ച് ചെത്തിവെക്കും അദ്ദേഹം. ഇപ്പോഴും നിങ്ങൾ കുറ്റ്യാടിയിൽ ചെന്ന് നോക്കൂ, സിറാജുൽ ഹുദയിൽ ഒരു ചാത്തു ഉണ്ടാവും. അത് അദ്ദേഹമല്ല, അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇത് വേറൊരു ചാത്തുവാണ്. നമ്മുടെ ഈ പരിസരങ്ങളൊക്കെ അങ്ങനെ പരസ്പരം വലിയ സഹകരണത്തോടുകൂടി വളരെയേറെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന പരിസരങ്ങളാണ്. അതെല്ലായിടത്തും അങ്ങനെ ആകണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത്. എവിടെയെങ്കിലും അതിനെതിരായി വല്ലപ്പോഴും ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ എവിടെയെങ്കിലും നടന്നുപോയെങ്കിൽ അതിനെ ആരും അംഗീകരിക്കുന്നില്ല, അംഗീകരിക്കാൻ വകുപ്പുമില്ല. മനുഷ്യൻ എല്ലാവരും ഒരേ മാതാപിതാക്കളുടെ മക്കൾ. ഭൂമി അള്ളാഹു പഠിപ്പിക്കുകയാണ്, അതവൻ സ്ഥാപിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ്, ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയല്ല. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതാണ്, മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. ആ മനുഷ്യർ പരസ്പരം കലാപകാരികളും വെറുപ്പ് വെക്കുന്നവരുമാകാതെ എല്ലാവരും മാനുഷിക മൂല്യം മൃഗപ്പിടിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. പക്ഷേ അങ്ങനെ ജീവിക്കുമ്പോൾ അനിവാര്യമായൊരു വിഷയമാണ് ഖുർആൻ പറയുന്നത്. ഉഖ്രിജത്തിൽ നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നമ്മളിങ്ങനെ അടങ്ങിയിരുന്ന് അങ്ങനെ ജീവിച്ചു പോയാൽ പോരാ, മറിച്ച് നല്ല കാര്യങ്ങൾ കൽപ്പിക്കണം, ചീത്ത കാര്യങ്ങൾ വിരോധിക്കണം. അതിനുള്ള ഒരു നല്ല ടീം വർക്ക് ഇവിടെ നടക്കണം. അതാണ്
ഈ ആയത്തിൻ്റെ കുറച്ച് മുമ്പ് അതേ സൂറത്തു ആലു ഇമ്രാനിൽ തന്നെ വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഉന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നല്ലത് കൽപ്പിക്കുന്നവരും മോശമായത് വിരോധിക്കുന്നവരുമായ ഒരു സംഘം നിങ്ങളിൽ പ്രവർത്തന രംഗത്തുണ്ടാകണം. കേരള മുസ്ലിം ജമാഅത്ത് അങ്ങനെയുള്ളൊരു സംഘമാണ്. അതേപോലെ SYS അങ്ങനെയുള്ളൊരു സംഘമാണ്. SSF അങ്ങനെയുള്ളൊരു സംഘമാണ്. ഞങ്ങളൊക്കെ SSFിലൂടെ വളർന്നു വന്ന പ്രവർത്തകരാണ്. ഞങ്ങൾ പ്രവർത്തിക്കുന്ന ആദ്യകാലം മുതലേ മഹാനായ ശൈഖുന ഉസ്താദ് അവറുകൾ പോലുള്ള പണ്ഡിതന്മാർ, താജുൽ ഉലമയും നൂറുൽ ഉലമയും കൻസുൽ ഉലമയും അവേലത്ത് തങ്ങളും ഫض്ലു തങ്ങളും അങ്ങനെ തുടങ്ങി നമ്മൾ കണ്ട നേതാക്കളെല്ലാം നമ്മളെ പഠിപ്പിച്ചത് ഈ ഒരാശയമാണ്. ഇന്നും അതുമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ സംഘടന. ഈ സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ, ഞാനൊരു ചെറിയ സൂചന പറയാൻ, നമുക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമായിരുന്നോ? ഏതെങ്കിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമായിരുന്നോ? നമ്മൾ കാണുന്നുണ്ടല്ലോ, എത്രയോ അതിഥി തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ വരുന്നു. അവരിൽ പലരുടെയും അവസ്ഥ എന്താണ്? അവരിൽ പലരും മുസ്ലിങ്ങളാണെങ്കിൽ പോലും അവർക്ക് നിസ്കാരം അറിയില്ല, അവർക്ക് വുദു അറിയില്ല. എന്തുകൊണ്ട്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100 വർഷം ഇവിടെ പ്രവർത്തിച്ചതിൻ്റെ ഫലം നമ്മൾ അവരെ നോക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അവിടെ ഇങ്ങനെയുള്ളൊരു കൂട്ടായ പ്രവർത്തനം സജീവമായി ഉണ്ടായില്ല. അതിൻ്റെ ഭവിഷ്യത്ത് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന റഹ്മത്തുള്ള, സദഖത്തുള്ള എന്നൊക്കെ പേരുള്ള ആളുകളുടെ ജീവിത രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നല്ല കാര്യം കൽപ്പിക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ള മുഴുവൻ കക്ഷികളുടെയും തെറ്റിദ്ധാരണകൾ അകറ്റുന്ന വിധത്തിൽ, ഇത്തഖൂം അവാദിയത്തുഹം, തെറ്റിദ്ധാരണകൾ അകറ്റുന്ന വിധത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കണം. അതേപോലെ മുസ്ലിം സമുദായം, അവർക്കും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാത്ത വിധം നമ്മളുടെ പ്രവർത്തനം നടത്തണം. ശൈഖുന ഉസ്താദ് അവറുകൾ ഇവിടെ നേരത്തെ ഷെയ്ഖ് അരിയുൽ കൂഫി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. അവിടുന്ന് വെള്ളപ്പാണ്ട് രോഗം അവിടുന്ന് ഇടപെടുമ്പോൾ, ചിലപ്പോൾ കൈവച്ച് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ വെള്ളം മന്ത്രിച്ചു കൊടുക്കുമ്പോൾ സുഖപ്പെടുന്നു എന്ന് പറഞ്ഞു. ഔലിയാക്കൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നത് ധാരാളം ഹദീസുകളിൽ, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഇൽമു പഠിക്കാൻ തുനിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ്റെ നീണ്ട ഒരു സംഭവം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. അതിൽ കാണാം, ആ ചെറുപ്പക്കാരൻ മുഖേന എത്രയോ വെള്ളപ്പാണ്ട് രോഗം മാറുന്നു, എത്രയോ കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച ഉണ്ടാകും. എന്നാൽ പരിശുദ്ധ ഖുർആൻ വിശ്വസിക്കാത്ത ഒരു മുസ്ലിമും ഉണ്ടാവില്ലല്ലോ. പരിശുദ്ധ ഖുർആനിൽ തന്നെ മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തായി ഖുർആൻ പറയുന്നത് കാണാം, അന്നി അഖ്ലുഖു ലക്കും മിനത്ത്-തീനി കഹൈഅത്തി ത്വയ്രി ഫഅൻഫുഖു ഫീഹി വയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ് വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഉഹ്യിൽ മൗതാ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ ഉത്തരവോടുകൂടി, അല്ലാഹുവിന്റെ ഉദ്ദേശപ്രകാരം മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വെള്ളപ്പാണ്ട് രോഗം സുഖപ്പെടുത്തുന്നു. ഞാൻ സുഖപ്പെടുത്തും എന്നാണ് മഹാനവറുകൾ പറഞ്ഞു. അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം ഞാൻ സുഖപ്പെടുത്തും, ഞാൻ അന്ധത സുഖപ്പെടുത്തും. അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം ഞാൻ മരിച്ചവരെ ഹയാത്താക്കി തരും. ഈ മാസം നേരത്തെ ഉസ്താദ് അവറുകളോട് ഞാൻ ഓർമ്മിപ്പിച്ചു, മഹാനായ മർഹൂം കിഗന ഉസ്താദിനെ അനുസ്മരിക്കുന്ന മാസമാണ്. ഉസ്താദ് അവറുകൾ ദുആ ചെയ്തു, അല്ലാഹു തആല ശൈഖുൽ മശായിഖിന കിഗന ഉസ്താദ് അവറുകളുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ മാസം സുഹൃത്തുക്കളെ, നാം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുന്ന മാസമാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ എത്ര കറാമത്തുകൾ ഉണ്ടായി. ആ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ 4 ഭാഗത്തും ഇരുന്ന് ശിഷ്യന്മാർ പരിശുദ്ധ ഖുർആൻ ഓതി എന്നല്ലേ ചരിത്രം. അതേപോലെ ഇമാം ഷാഫിഈ തങ്ങളോട് ഇമാം സഅഫറാനി റളിയല്ലാഹു അൻഹു ചോദിച്ചു,
മരിച്ചവരുടെ പേരിൽ ഖുർആൻ ഓതുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചു. അവിടുന്ന് അതിന് പൂർണ്ണമായ സപ്പോർട്ട് നൽകി. ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ഇമാമിങ്ങളും അങ്ങനെ തന്നെയല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്? സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെയല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്? നമ്മൾ മനുഷ്യർക്കൊപ്പമാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർക്കൊപ്പം മാത്രം പോരാ, മരിച്ചുപോയ മനുഷ്യർക്കും ഒപ്പമാകണം. അങ്ങനെ വരുമ്പോൾ മരിച്ച മനുഷ്യർക്ക് വേണ്ടി ഖുർആൻ ഓതുന്നവരാകണം, മരിച്ച മനുഷ്യർക്ക് വേണ്ടി തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നവരാകണം, മരിച്ചുപോയ മനുഷ്യർക്ക് വേണ്ടി അവരുടെ ഖബറിങ്കൽ ചെന്ന് അവർക്കും നമുക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകണം, അവരുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നവരാകണം. അവരെ മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ആദരപൂർവം അതേ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതുപോലെ ദിക്ർ ചൊല്ലിയിട്ട് മയ്യിത്ത് കൊണ്ടുപോകണം. ഇദാ ഹദർതുൽ മരീള അവിൽ മയ്യിത ഫഖൂലു ഖൈറാ. മയ്യിത്തിന്റെ സമീപത്തെത്തിയാൽ, അതേപോലെ മരണം ആസന്നമായ രോഗിയുടെ സമീപത്തെത്തിയാൽ ഫഖൂലു ഖൈറാ, നിങ്ങൾ ഖൈറായത് ചൊല്ലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കൊപ്പമാണ്, മരിച്ചുപോയ മനുഷ്യർക്കും ഒപ്പമാണ്. അവിടുന്ന് ജീവിതകാലത്ത് അങ്ങനെയാണ്, അഥവാ ഭൂമി ലോകത്ത് ജീവിക്കുന്ന കാലത്ത് അങ്ങനെയാണ്. അവിടുന്ന് ഖബറിൽ ജീവിക്കുന്ന ഈ സമയത്തും അങ്ങനെ തന്നെയാണ്. ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. ഞാൻ ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതം, ആ ജീവിത സമയം നിങ്ങൾക്ക് ഖൈറാൻ. വമമാതി ഖൈറുൽ ലക്കും. ഞാനിവിടെ വഫാത്തായി കഴിഞ്ഞാൽ ആ സമയവും നിങ്ങൾക്ക് ഖൈറാൻ. കാരണം തുഅറദു അലയ്യ അഅമാലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ അല്ല, മറിച്ച് നിങ്ങളെ പ്രവർത്തനങ്ങൾ മുഴുവനും നേതാവായ എനിക്ക് ഖബറിൽ കാണിക്കപ്പെടും. ഞാൻ മുഴുവൻ അനുയായികളുടെയും പ്രവർത്തനങ്ങൾ കാണുന്നവരായിരിക്കും എന്ന് മാത്രമല്ല, ഇദാ വജത്തു ഖൈറൻ ഹമിദുല്ലാഹ്, വല്ല നന്മയും നിങ്ങൾ ചെയ്തത് കാണുമ്പോൾ ഞാൻ അല്ലാഹുവിന് അൽഹംദുലില്ലാ പറയും. ഇദാ വജത്തു സൂഅൻ ഇസ്തഗ്ഫർതു ലക്കും, നിങ്ങൾ വല്ല തെറ്റുകളും ചെയ്തത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ പഴിക്കുകയല്ല, നിങ്ങളെ ശപിക്കുകയല്ല, ഞാൻ നിങ്ങളുടെ പാപം പൊറുക്കാൻ എൻ്റെ റബ്ബിനോട് മാപ്പ് ചോദിക്കും. എന്തൊരു നേതാവാണ്! വഫാത്തിന് ശേഷവും മനുഷ്യർക്കൊപ്പമാണ്, എന്നും മനുഷ്യർക്കൊപ്പമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ ഇബ്നു കസീർ അടക്കമുള്ള പണ്ഡിതന്മാർ അവരുടെ തഫ്സീറിൽ ഇമാം നവവി അടക്കമുള്ള മുഴുവൻ ഇമാമിങ്ങളും രേഖപ്പെടുത്തിയത്, പാപങ്ങൾ ചെയ്തു പോയവൻ, അങ്ങനെ പാപം ചെയ്തു പോയാൽ ഖുർആൻ പഠിപ്പിച്ചു, വലൗ അന്നഹും യുളമു അൻഫുസഹും ജാഊക്, ഓ നബിയെ തങ്ങളെ സമീപിക്കട്ടെ. അള്ളാഹുവിനോട് ചെയ്തു പോയ തെറ്റ് അത് പൊറുക്കാൻ നബി തങ്ങളെ സമീപിക്കണം എന്ന് ഖുർആൻ. ഇവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയില്ലേ? കാരണം എന്താണ്? ജഅലഹു സഫീറൻ ബൈനഹു വബൈന ഖൽഖിഹി, സൃഷ്ടികളുടെയും സട്ടാവിന്റെയും ഇടയിൽ അള്ളാഹു വെച്ച മധ്യവർത്തിയാണത്. ആ ഹബീബ് നബി തങ്ങളെ സമീപത്ത് ചെന്ന് ഫസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. മാത്രം പോരാ, സമീപിക്കണം എന്ന് പറഞ്ഞാൽ, നീ ഒരു ഡോക്ടറെ സമീപിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഡോക്ടറെ സമീപിച്ച് നിന്റെ രോഗം പറയണം എന്നല്ലേ? അതുകൊണ്ട് തന്നെ ഈ ആയത്തിന്റെ തഫ്സീർ ഇബ്നു കസീർ തന്നെ രേഖപ്പെടുത്തി വെച്ചു. അതേ വസ്അലൂഹു അൻ യസ്തഗ്ഫിറ ലഹും, അവരുടെ പാപം പൊറുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടണം. നബി തങ്ങളോട് എന്തിനാവശ്യപ്പെടുന്നത്? അള്ളാഹു പാപം പുറത്തു കൊടുക്കാൻ ആവശ്യപ്പെടാനാണ്, അതിന് റെക്കമെൻഡ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. അത് തന്നെയല്ലേ ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസീൻ വഅദദ് എന്ന ആ പദ്യം പഠിപ്പിക്കുന്നത്. ഇത് ഖുർആൻ പഠിപ്പിച്ചൊരാശയമല്ലേ സുഹൃത്തുക്കളെ? വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ വ്യക്തിയുടെ പാപം പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയും ചെയ്താൽ, റെക്കമെൻഡ് ചെയ്യുകയുമായാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അള്ളാഹു തആല തൗബ സ്വീകരിക്കുന്നവനും കാരുണ്യം ചെയ്യുന്നവനുമായി അവർക്ക് എത്തിക്കാൻ കഴിയും. ഖുർആൻ ഇങ്ങനെ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന ആശയം, ഈ ആശയം മുറുകെ പിടിക്കുന്നവർക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. ആദരിക്കപ്പെടേണ്ടവർക്ക് അവർക്ക് അനുയോജ്യമായ ആദരവ് നൽകണം, ആദരിക്കപ്പെടേണ്ട സ്ഥലങ്ങൾക്ക് ആദരവ് നൽകണം. അങ്ങനെ ആദരിക്കപ്പെടേണ്ടതിനെല്ലാം ആദരിക്കപ്പെടണം.
വമൻ യുഅല്ലിം ഹുർമാത്തില്ലാഹി ഫഹുവ ഖൈറുൽ ലഹു, അതവന് ഖൈറാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങൾ, അവിടങ്ങൾ സന്ദർശിക്കണം, അവിടെ ചെന്ന് ഖുർആൻ ഓതണം, അവിടെ നിന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കണം, അവരെ ഇടയാളന്മാരാക്കണം, അവരെ കൊണ്ട് ബർക്കത്തെടുക്കണം. ഇതെല്ലാം എല്ലാ മഹാന്മാരും പഠിപ്പിച്ചു. ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു വളരെ ദൂരെ നിന്ന് എത്രയോ ദിവസങ്ങൾ യാത്ര ചെയ്ത് മദീനയിലെത്തി. തിരിച്ചു പോകുമ്പോൾ ആ യാത്രയൊന്ന് എളുപ്പം കിട്ടാൻ വേണ്ടി ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് എന്ന് അവിടുന്ന് ദുആ ചെയ്തു. അങ്ങനെ അല്ലാഹുവിനോട് ലിതഖരീബി ത്വരീഖിഹി, വഴി എളുപ്പമാക്കി കിട്ടാൻ വേണ്ടി ദുആ ചെയ്തു. അതിനാൽ ഇങ്ങോട്ട് വന്നതിനേക്കാൾ എത്രയോ ചുരുങ്ങിയ ദിവസം കൊണ്ട് മഹാനവകൾ തിരിച്ചെത്തിയെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതായി കാണാം. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ സഹാബത്തിന്റെ ജീവിതം അങ്ങനെയല്ലേ? അയിമ്മത്തിന്റെ ജീവിതം അങ്ങനെയല്ലേ? യാ സയ്യിദസ് സാദാതി ജീതുക ഖാസിദാ അർജു റിളാക വഹ്തമി ബിഹിമാക. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ സഹാബികളെ കാണാൻ ഭാഗ്യം ലഭിച്ച ഇമാമായ ഇമാമുൽ അഅ്ലം വൽ അഖ്ദം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് പച്ചയായി ഇസ്തിഗാസ ചെയ്തില്ലേ? യാ സയ്യിദസ് സാദാതി ജീതുക ഖാസിദാ, നേതാക്കളുടെ നേതാവായ നബിയെ, അങ്ങയെ കരുതിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം നേതാക്കൾ എന്ന് പറഞ്ഞാൽ അനുയായികളുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നവരാണല്ലോ. അങ്ങയെ കരുതിയിട്ടാണ് വന്നത്. അർജൂ റിളാക വഅഹ്തമി ബിഹിമാക, അങ്ങയുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടാണ് വന്നത്. ഓ നബിയേ, അങ്ങയുടെ കാവൽ കൊണ്ട് കാവൽ അതാക്കുന്നവനായിട്ടാണ് വന്നത്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്തില്ലേ? സഹാബത്ത് ഇസ്തിഗാസ ചെയ്തില്ലേ? സുഹൃത്തുക്കളെ, ഞാനതിലേക്ക് ഇപ്പോൾ കടന്ന് സംസാരിക്കുകയല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കൈവശം ഒരന്ധവിശ്വാസവുമില്ല, അതേ ഒരക്രമവാസനയുമില്ല, അതേ ഒരനീതിയുമില്ല, ഒരഴിമതിയുമില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅ ഖുർആൻ എന്താണോ പഠിപ്പിക്കുന്നത്, ഹദീസുകൾ എന്താണോ പഠിപ്പിക്കുന്നത്, അത് നന്നായി ഗ്രഹിച്ച സഹാബത്ത് അവരെന്താണോ പഠിപ്പിച്ചത്, അവരിൽ നിന്ന് പഠിച്ച അയിമ്മത്ത് എന്താണോ നടപ്പാക്കിയത്, അത് സ്വീകരിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അവിടെയാണ് മഹാനായ മർഹൂം കീയന ഉസ്താദ് ഉള്ളത്. അവിടെയാണ് അവിടുത്തെ ഉസ്താദായ ശംസുൽ ഉലമാ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ ഉള്ളത്. അവിടെയാണ് ആ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ അവരുടെ ഉസ്താദായ കുഞ്ഞഹമ്മദ് ഹാജി നവറല്ലാഹു മർഖദഹും അവരുള്ളത്. ആ കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന മഹാൻ ഓതിപ്പടിച്ച ഒരു പണ്ഡിതനാണ്. ഇന്നും നിങ്ങൾ തിരൂരങ്ങാടിയിൽ ചെന്നാൽ ആ തിരൂരങ്ങാടി നടുവിലെ പള്ളി, അതിലേക്ക് ഗേറ്റ് അങ്ങ് കയറുമ്പോൾ ഇടത് ഭാഗത്തൊരു ഖബറ്, അതിൻ്റെ മേലെ മുദരിസു മക്ക എന്നെഴുതി വെച്ചത് കാണാം. ആ മുദരിസു മക്ക എന്ന് പറയുന്ന ആൾ ആരാണ്? അബ്ദുൽ ഹമീദ് ഷിർവാനി തങ്ങളുടെ ശിഷ്യനാണ്. നമ്മുടെ ഫതഹുൽ മുഈൻ ഹാസി എഴുതിയ ഇമാം സയ്യിദ് ബക്കരി തങ്ങളുടെ ഉസ്താദാണ്. ബഹുമാനപ്പെട്ടവർ ഈ നാദാപുരത്ത് വന്ന് കിതാബ് ഓതി പഠിച്ചവരാണ്. മേനക്കോത്ത ഒറ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാന്റെ അടുക്കൽ വെച്ച് കിതാബ് ഓതി പഠിച്ചവരാണ്. ഇവിടെ നിന്ന് ഓതി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനവറുകൾ ഉസ്താദിന്റെ അടുക്കൽ ഫത്വ കൊടുക്കാൻ വേണ്ടി ഒരാൾ വന്നപ്പോൾ ഫത്വ എഴുതി കൊടുക്കാൻ വേണ്ടി ശിഷ്യനായ കോടഞ്ചേരി അഹ്മദ് മുസ്ലിയാരെ ഏൽപ്പിച്ചു. വളരെ കൃത്യമായി നല്ല കയ്യക്ഷരത്തിൽ എഴുതി കൊടുത്തു. ആ സന്തോഷത്തിൽ വന്നവർ 50 രൂപ അതേ പാരിതോഷികമായി കൊടുത്തു. ആ 50 രൂപയെടുത്ത് ഉസ്താദേ ഞാൻ ഹജ്ജിന് പോകട്ടെ എന്ന് സമ്മതം ചോദിച്ചു. വേഗം ഒരു മോട്ടോർ ബൈക്ക് വാങ്ങട്ടെ എന്നല്ല ചിന്തിച്ചത്. അങ്ങനെ സുബ്ഹാനല്ലാഹ് ഹജ്ജിന് പോകാൻ വേണ്ടി മഹാനവറുകൾ തീരുമാനിച്ചു. ഉമ്മയോട് സമ്മതം വാങ്ങി. ഉമ്മയോട് വലിയ കടപ്പാടുണ്ട്. കാരണം കുട്ടിക്കാലത്ത് ഒന്നും തലയിൽ കയറാത്ത ഒരാളായിരുന്നു. ഒരു ദിവസം ഉമ്മ മെല്ലെ കൂട്ടിക്കൊണ്ടുപോയി ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്ക പോയി, എൻ്റെ ഈ മകന് ഒന്നും മനസ്സിലാകുന്നില്ല ഉസ്താദേ എന്ന് പറയുമ്പോൾ മഹാനവറുകൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഒരു പിടി ഭക്ഷണം വാരിയിട്ട്
വായിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യത്തിൽ പരിഭവിക്കണ്ട, ഇവൻ മഹാപണ്ഡിതനാകും. അതാണ് സുഹൃത്തുക്കളെ സുന്നത്ത് ജമാഅത്തിന്റെ മുൻഗാമികളായ സാലിഹീങ്ങളായ നമ്മുടെ മുൻഗാമികൾ. ആ മുൻഗാമികളെ പിന്തുടർന്ന് ആ ഉമർ ഖാദിയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗദാ ശരീഫിന്റെ അടുക്കൽ പോയിട്ട് ദീർഘമായ സമയം ഇസ്തിഗാസ ചെയ്ത് പദ്യം ചൊല്ലിയത്. ആ മഹാന്മാരെ പിന്തുടർന്നുകൊണ്ടാണ് ഇവിടെ കുഞ്ഞഹമ്മദ് ഹാജി അവറുകളുണ്ടായത്. ഇതേപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 23 വർഷത്തോളം പ്രസിഡന്റായി തുടർന്ന ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു പാനായിക്കുളം ഉസ്താദ് അവറുകൾക്ക്, പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാർ അവർ പ്രസിഡന്റായിരുന്ന കാലത്ത് വൈസ് പ്രസിഡന്റായി സേവനം ചെയ്യുമ്പോൾ ഉസ്താദ് അവറുകളുടെ രോഗമായ സമയത്ത്, അവിടുന്ന് വിഷമിക്കുന്ന സമയത്ത് എല്ലാ നേതൃത്വവും നൽകി ശേഷം മഹാനവറുകൾ 23 കൊല്ലത്തോളം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റായി തുല്യതയില്ലാത്ത സേവനം ചെയ്തു. ആ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നവറല്ലാഹു